ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ മെട്രോയിലേക്ക് വിട്ടു. സരോജിനി മാർക്കറ്റാണ് ലക്ഷ്യം. ഇവിടെ യാത്ര ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെട്രോ ഏട്ടാ. എനിക്ക് മനസ്സിലായത് അതാണ്. ഇങ്ങനത്തെ കാൽപാദങ്ങൾ പിന്തുടർന്ന് പോയാലാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. യെല്ലോ, പിങ്ക്, വയലറ്റ്, ഇതാണ് 3 കളറ്. അത് നമ്മുടെ ടിക്കറ്റിൽ ഉണ്ടാവൂട്ടാ. ഈ കളറ് പിന്തുടർന്ന് വേണം നമ്മൾ പോണെങ്കിൽ. സരോജിനി മാർക്കറ്റ് എത്തുമ്പോഴേക്കും ഓരോരുത്തരും നമ്മുടെ പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ടാ. നല്ല തിരക്കുണ്ടായിരുന്നു സരോജിനി മാർക്കറ്റിൽ. എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ഫിക്സഡ് ഡിസ്കൗണ്ട്. थोड़ा कम ही करो यार, दो चाहिए, दो സരോജിനി മാർക്കറ്റിൽ നിന്ന് നേരെ ഡൽഹി ഘാട്ടിലേക്ക് മെട്രോ കയറി. അവിടെയാണ് കേരള ഹോട്ടൽ ഉള്ളത്. 3 മണി 4 മണി ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ കേരളീയ ഫുഡ് കിട്ടണമെങ്കിൽ കേരള ഹോട്ടലിലേക്ക് തന്നെ പോകണം. വൃത്തി തീരില്ല, എന്നാലും നമുക്ക് പറ്റിയത് കഴിക്കണമെങ്കിൽ അവിടേക്ക് തന്നെ പോകണം. ആന്ധ്രയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലിനെ കണ്ടു. ഇതാണ് ആദർശ്, ഇവനാണ് നമ്മളെ ട്രിപ്പ് കൊണ്ടുപോകണത്. പിന്നെ ഇതാണ് കാശ്മീർ ഗേറ്റ്. ഇവിടെ നിന്നാണ് ഓരോ ട്രിപ്പും സ്റ്റാർട്ട് ആവാട്ടാ. ഇവിടെ നിന്നായിരിക്കും നമുക്ക് മണാലിയിലേക്കുള്ള വണ്ടിയും വരാം. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നുട്ടാ, ഞങ്ങൾ അതിൽ കയറി. ഞങ്ങൾ മണാലിക്കുള്ള യാത്രയാണ്. എൽജോനും ഷിബിനാണ് അവിടെ. ഇവിടെ ക്ലിൻസ്. ഞങ്ങൾ മണാലി വിശേഷങ്ങളുമായിട്ട് പിന്നെ വരാം. രാത്രി പോണ വഴിയിൽ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തും. അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടുപൂട്ടാ. കാരണം അത് ഡ്രൈവർക്ക് കമ്മീഷനുള്ള സ്ഥലം തോന്നും. ചായക്ക് എത്രയുടെ? എന്റെ അമ്മേ, നമ്മളുടെ 10 രൂപയ്ക്ക് കിട്ടണത് അനച്ചാ. അൽജ ചായ കുടിച്ചില്ലല്ലോ? ഞാനും കുടിച്ചില്ല. ക്ലിൻസ ചായ എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചാ നീ? ഇവിടെ നോക്കി കേറുമ്പോ കഴിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിന്നെ വില ചോദിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പെട്ടു പോവും. പുലർച്ചെ എത്താറാകുമ്പോഴേക്കും നമ്മൾ മണാലി എത്താറായിട്ടാ. എല്ലാവരും ഉറക്കായി തുടങ്ങി. ഇതിന്റെ ഇടയിൽ എൽജോന് ശ്വാസം കിട്ടാണ്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടാ. അപ്പൊ അവൻ ഓക്കെ. ഇപ്പൊ ഞാൻ ഒരു വീഡിയോ എടുത്താട്ടാ. മരണം മുന്നിലുണ്ട് ശരിക്കും. എന്നെ പോലെ ഇതുപോലെ ആർക്കെങ്കിലും പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് ഇരുട്ടി ശ്വാസം കിട്ടുന്നില്ല. നമ്മള് മറ്റേ ഓക്സിജൻ ലെവൽ കുറയുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത്ര കാര്യമൊക്കെ എടുത്തില്ലേട്ടാ. തുരങ്കം കയറാൻ പോണ സമയത്ത് എനിക്ക് ബ്ലാങ്ക് ഔട്ടായി പോയി. എനിക്ക് ശരിക്കും ഞങ്ങള് നോക്കുമ്പോ നീ ഇതിന്റെ കുട്ടികള് അമ്മ ഞാൻ മരിക്കാൻ പോവാണെന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. ആരും എനിക്ക് വെള്ളം തന്നു. വെള്ളം തന്നു. ഇപ്പോ കുറച്ച് വെള്ളം കുടിച്ചപ്പോ എനിക്ക് കണ്ണിൽ ഇരുട്ട് മാറി ഇങ്ങനെ വിളിച്ചു. വരണവരൊക്കെ ശ്രദ്ധിക്കട്ടോ. ഓക്സിജൻ ലെവൽ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ തമാശയില്ല. എന്റെ അമ്മ സത്യം തമാശ. എന്റെ കണ്ണിൽ കറക്റ്റ് ഇരുട്ട് കയറി. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സന്ധിക്കും വരയ്ക്കും വണക്കം.